ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റോടെ അന്വേഷണം ദൈവതുല്യരിലേക്ക് എത്തിയോ? അയ്യന്റെ മുതൽ സംരക്ഷിക്കേണ്ട കൈകൾ തന്നെ അവ മോഷ്ടിച്ചോ? ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ ആചാര ലംഘനമാണെങ്കിൽ ഇന്നതാ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തുവരികയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണെന്ന് SIT കണ്ടെത്തുന്നു. ഇന്നത്തെ പ്രൈം സ്റ്റോറി കാക്കേണ്ടവർ കട്ടോ. നിരപരാധിയാണ് തികച്ചും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 13ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും. കുടുക്കിയതാണെന്ന് തന്ത്രി പറയുമ്പോഴും കൃത്യമായ തെളിവുകൾ ശേഖരിച്ചാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെ എല്ലാമായി? അതിനൊരൊറ്റ ഉത്തരം, അത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും പരിചയപ്പെടുന്നത്? അതിന് നമ്മൾ ബംഗളൂരുവിലെ ശ്രീരാമപുര ക്ഷേത്രത്തിലേക്ക് പോകണം. ശ്രീരാമപുര ക്ഷേത്രത്തിന്റെ താന്ത്രിക ചുമതല അത് താഴ്മൺ കുടുംബത്തിനാണ്. അന്ന് തുടങ്ങിയ ബന്ധമാണ് തന്ത്രിയും പോറ്റിയും തമ്മിൽ. 2007-ൽ തന്ത്രി രാജീവര് തന്നെ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കുകയാണ്. ആദ്യം കീഴ്ശാന്തിയായാണ് തുടക്കം. പിന്നീട് അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്പോൺസറായി വളരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേവസ്വം ബോർഡിന് കീഴിലാണെങ്കിലും കീഴ്ശാന്തിയെ തീരുമാനിക്കുന്നത് തന്ത്രി കുടുംബം തന്നെയാണ്. അതിൽ സർക്കാരും ദേവസ്വം ബോർഡും ഇടപെടാറില്ല. പോറ്റിയുടെയും തന്ത്രിയുടെയും ഫോണുകൾ പരിശോധിച്ചിട്ടുണ്ട് SIT. അതിൽ നിന്ന് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് കിട്ടിയിട്ടുണ്ട് SITക്ക്. ഇനി അറിയേണ്ടത് ഏത് കാലഘട്ടത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടത്തിയതെന്നാണ്. എത്ര തുക കൈമാറി, എത്ര തുക കിട്ടി, ഏത് കാലഘട്ടത്തിൽ? നിലവിൽ സ്വർണ്ണപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ്. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തുവെന്ന് അറിയിക്കാനാണ് SITയുടെ നീക്കം.